ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡോർമാറ്റാണ്. പഴയ ടീഷർട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ അളവ് നോക്കാം. ഇപ്പോൾ 1.5 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉള്ള നീളം അനുസരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഒത്തിരി സ്ട്രെച്ചബിളായിട്ടുള്ളതാണ്, അധികം കട്ടിയില്ലാത്ത ടൈപ്പാണ്. ശേഷം അതിൻ്റെ അറ്റം ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ ആ മിഡിൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്യുക ചെറുതായിട്ട്. അപ്പോൾ ഇത് സ്ട്രിപ്പുകൾ തങ്ങളിൽ ജോയിൻറ്റ് ചെയ്യേണ്ട പീസും ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത 2 ഭാഗവും ഒരേപോലെ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യേണ്ട പീസിൻ്റെ അറ്റം ഈ 2 ഹോളിൽ കൂടെയും മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്യുക. എന്നിട്ടൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്ക് നല്ല ഫോൾഡായിട്ട് കിട്ടും. ശേഷം ഇതേപോലെ ബോൾ രൂപത്തിലാക്കി ചുറ്റി വയ്ക്കാം. ഇപ്പോൾ കുറേശ്ശെ ബാലൻസ് വരുന്നതെല്ലാം ഉപയോഗിച്ച് നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. ഇത് ഹൂക്ക് നമ്പർ 8 mm ആണ്. ഫസ്റ്റ് നമ്മൾക്ക് ഒരു കെട്ടെടുക്കുക ഹൂക്കിൽ. ഇപ്പോൾ ക്രോഷ്യ ഹൂക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഡോർമാറ്റ്. ഫസ്റ്റ് നമ്മൾ ഒരു ഹൂക്കിലൊരു കെട്ടിട്ടതിന് ശേഷം ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇടുക. എത്ര നീളം വേണമോ അതനുസരിച്ച് ഫസ്റ്റ്. ഇപ്പോൾ ഞാൻ 35 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടിട്ടുള്ളത്, ചെയിനുകളാണ് ഇട്ടിട്ടുള്ളത് 35. ശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിൽ കൊണ്ടുവന്ന് സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 ലൂപ്പിൽ കൂടെയും ഇതിനെ കൊണ്ടുവരിക. ഇനിയും നെക്സ്റ്റ് അങ്ങനെ എല്ലാ ചെയിനിൻ്റെ ഉള്ളിൽ കൂടിയും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ 1 അങ്ങനെ ചെയ്തു പോയാൽ മതിയാകും. അപ്പോൾ ഇതൊരു ചെറിയ അളവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ 35 ആണ് എടുത്തിട്ടുള്ളത്, ഫസ്റ്റ് ചെയിനുകൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 45 എടുക്കാം. അപ്പോൾ 45 ഒക്കെ എടുത്താൽ ആവശ്യത്തിനുള്ള വലിപ്പം നമ്മൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് അവിടം വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ലാസ്റ്റ് നമ്മൾ ആ ചെയ്ത് അവിടെയും കൂടി ഒരെണ്ണം ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ലൈന് നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഒന്ന് ടേൺ ചെയ്യുക. തിരിച്ചിട്ട് ഇനിയും നമ്മൾക്ക് ഇപ്പോൾ ചെയ്തതിൻ്റെ ബാക്ക് സൈഡാണ് ഇനിയും നമ്മൾക്ക് ചെയ്യാനുള്ളത്. ഇതിനെ ഒന്ന് ടേൺ ചെയ്തതിന് ശേഷം സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ കൂടി ചെയ്യുക. സിംഗിൾ ക്രോഷ്യ ആകുമ്പോൾ നമുക്ക് യാൺ ഓവർ ചെയ്യാതെയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇത് സ്ട്രിപ്പ് ചുറ്റാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത 2 ചെയിനിൽ നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കഴിഞ്ഞു. ഓരോ പ്രാവശ്യം ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ആദ്യം 2 നമ്മൾ ചെയ്തു, അപ്പോഴും നമ്മൾ എക്സ്ട്രാ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ്, അതെയാണ് ചെയ്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് 1 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് വീണ്ടും ഇത് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച്, നെക്സ്റ്റ് 1 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ. അപ്പം അങ്ങനെയാണ് ഈ സെക്കൻഡ് റൗണ്ട് ചെയ്യേണ്ടുന്നത്.
സെക്കൻഡ് റോ അങ്ങനെയാണ് നമ്മൾക്ക് ചെയ്യേണ്ടുന്നത്. ഓരോ ചെയിന് സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ 2 സ്റ്റിച്ചിൽ അടുക്ക ചെയ്യണം. അപ്പം നമ്മൾ ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കാതെയാണ് 2 എണ്ണം ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലും ഓരോ ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വരുമ്പോഴും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമുക്ക് 2 ലൈന് പൂർത്തിയായി കഴിഞ്ഞു. ഇനി അതിനെ ഒന്ന് ടേൺ ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ചതിന് ശേഷം ഇനി നമ്മൾക്ക് അടിവശമാണ് ചെയ്യേണ്ടുന്നത്, അതിൻ്റെ ബാക്ക് സൈഡ്. ശേഷം നമ്മൾ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ചെയ്യുമ്പോഴും നമ്മൾ എക്സ്ട്രാ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാതെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് 2 എണ്ണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനിയും ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. ശേഷം നമ്മൾ ആ 1 ചെയിൻ കൊടുത്ത് ആ ഗ്യാപ്പിലാണ് ഇനി ചെയ്തു പോകേണ്ടുന്നത്. ഒരു ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുത്തതിന് ശേഷം ആ 1 ചെയിൻ കൊടുത്ത് ചെയ്ത് ആ ഗ്യാപ്പിലാണ് ചെയ്യേണ്ടുന്നത്. അവിടെ 1 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടുന്നത്. ഇനി നെക്സ്റ്റ് ഗ്യാപ്പിലും ഒരു ചെയിൻ എക്സ്ട്രാ കൊടുത്തതിന് ശേഷം 1 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 1 ചെയിൻ 1 സിംഗിൾ ക്രോഷ്യ, 1 ചെയിൻ 1 സിംഗിൾ ക്രോഷ്യ. അങ്ങനെയാണ് മൂന്നാമത്തെ ലൈൻ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തു പോയാൽ മതി. അപ്പോൾ ആ ഗ്യാപ്പുള്ള ഭാഗത്താണ് ചെയ്യേണ്ടുന്നത്. ആ 1 ചെയിൻ കൊടുത്ത ഗ്യാപ്പിൽ നമ്മൾക്ക് ഇവിടം വരെയും ചെയ്തിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ ഇവിടം വരെയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ആ 2 എണ്ണത്തിൽ അടുക്കിയെടുക്കുക നമ്മൾക്ക് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. അപ്പോൾ 1 ചെയിൻ എക്സ്ട്രാ കൊടുത്തതിന് ശേഷം നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ നെക്സ്റ്റ് സ്റ്റിച്ചിലും അത് ഇത്തിരി ഉള്ളിലോട്ട് ആണ് നല്ലതുപോലെ ഇച്ചിരി എടുക്കാൻ ബുദ്ധിമുട്ട് കാണും. എന്നാലേ നമുക്കത് കറക്റ്റ് ആ ഭാഗം ഒരേ ലെവലിൽ ഇങ്ങനെ വരുള്ളൂ. അതുകൊണ്ട് അവിടെയും കൂടി ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ശേഷം അതിനെ ഒന്ന് ടേൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾക്ക് എത്ര വലിപ്പം വേണോ അതനുസരിച്ച് ലാസ്റ്റ് വരെ ഇതേപോലെ തന്നെ ചെയ്താൽ മതി, ഇതേ മെത്തേഡിൽ. അപ്പോൾ വീണ്ടും നമ്മൾ അതിനെ ഒന്ന് ടേൺ ചെയ്തതിന് ശേഷം ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾക്ക് 1 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യണം. 1 നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1. ഇനി നമ്മൾക്ക് ആ ഗ്യാപ്പിലാണ് ചെയ്യേണ്ടുന്നത്. 1 ചെയിൻ എക്സ്ട്രാ കൊടുത്തതിന് ശേഷം ഓരോ ഗ്യാപ്പിലും 1 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു പോയാൽ മതിയാകും. ഇനിയിപ്പോൾ ലാസ്റ്റ് വരെ ഇതേ മെത്തേഡിൽ ചെയ്തു പോയാൽ മതി. ആ 1 ചെയിൻ കൊടുത്ത ഗ്യാപ്പിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ ഇടം വരെയും ചെയ്തു വരാം. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തു പോയാൽ മതി, എത്ര വലിപ്പം വേണോ അത്രയും. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾക്ക് അവിടെയും കൂടി ഒരെണ്ണം ചെയ്യണം, ഓരോ ലൈനും കംപ്ലീറ്റ് ആകുമ്പോൾ. ശേഷം അതിനെ ടേൺ ചെയ്തിട്ട് വേണം വീണ്ടും സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്തു പോകണം. ഇപ്പോൾ ഞാൻ ഇത്രയുമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഞാനൊരു ചെറിയ അളവിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ വലിപ്പമുള്ളത് വേണം നമുക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ. ചെയിൻ സ്റ്റിച്ച് കൂടുതലിട്ട് ചെയ്താൽ മതിയാകും. ഞാൻ 35 ആണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ 41ഉം 45 ഒക്കെ എടുത്താൽ നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് ഒരുപാട് ചെയ്തു പോകാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് നമുക്ക് നല്ല വലുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ടാണെങ്കിൽ കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുത്ത് അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. റൈറ്റ് സൈഡിൽ ലെഫ്റ്റിലായിട്ട് നല്ല നീളത്തിന് നമ്മൾക്ക് കിട്ടും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഓരോ ചേഞ്ച് ചെയ്ത കളറ് അവിടെ ഇങ്ങനെ ഒരു കെട്ട് കൊടുത്തതിന് ശേഷം അതാത് കളറിൽ ചെറിയ ഹൂക്ക് ഉപയോഗിച്ച് ഇത്തിരി ഉള്ളിലാക്കി അത് ബാക്ക് സൈഡിൽ വേണം ഇതിങ്ങനെ കെട്ടിയിട്ടിട്ട് അടിയിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ടത് കട്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതേ രീതി കുറച്ച് ഉള്ളിൽ കൊണ്ടുപോയിട്ട് ബാലൻസ് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 കളറോ 3 കളറോ എത്ര കളർ ഉപയോഗിച്ച് വേണമെങ്കിലും നമ്മൾക്കിതുപോലെ ചെയ്യാം. ഇത് ബനിയൻ ടൈപ്പ് തുണി ആയതുകൊണ്ട് തന്നെ ഈർപ്പം നല്ല വലിച്ചെടുക്കുന്ന ടൈപ്പാണ്. അപ്പോൾ നല്ല കട്ടിയുണ്ട്. ഇപ്പോൾ ചെയ്യുമ്പോൾ അധികം അങ്ങ് ടൈറ്റ് ചെയ്യാതെ ചെയ്യുന്നതായിരിക്കും നല്ലത്, വാഷ് ചെയ്യുമ്പോഴൊക്കെ ഉണങ്ങി കിട്ടാനും. ഇപ്പോൾ ക്രോഷ്യ ഹൂക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 35 ചെയിൻ സ്റ്റിച്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 45 ഒക്കെ എടുത്താൽ നല്ല വലുപ്പത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് നല്ല നീളത്തിന് നമുക്ക് അങ്ങനെയാണല്ലോ ഡോർ മാറ്റ് ഇടുന്നത്. ഓക്കെ, താങ്ക് യു.